ദാ ആട് 3 കണ്ട് ദാ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ പടത്തെ പറ്റിയിട്ട്? കണ്ടിരിക്കാം. 1-ന്റെയും 2-ന്റെ അത്രയും വന്നിട്ടില്ല. അതാണ് നമുക്കും പറയാനുള്ളത്. 1-ന്റെയും 2-ന്റെ അത്രയും വന്നിട്ടില്ല. ഇതിൽ മെയിൻ അത്രയും വരാത്തതിനുള്ള റീസൺ ഇൻട്രോ ആണ്. ലൈക്ക് ഇവർക്ക് എല്ലാവർക്കും കൊടുത്ത ആ ഒരു പക്ക ഇൻട്രോ ഇതിൽ കിട്ടിയിട്ടില്ല അല്ലേ? അത് കിട്ടിയെങ്കിൽ നമ്മൾ ഓഡിയൻസിനെ മൊത്തത്തിൽ നമ്മൾ പിടിച്ചിരുത്തുമായിരുന്നു. പക്ഷേ അതില്ലാതെ പോയപ്പോഴേക്കും നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നത് അല്ലാണ്ട് ഒരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. പിന്നെ റീസൺ ഓക്കെ, പടം കൊള്ളാം, നല്ല പടം. ലൈക്ക് എല്ലാ ആടിൻ്റെ അതേപോലെ തന്നെ ഇതിലും ഓൾമോസ്റ്റ് നന്നായിട്ട് തന്നെ അവന്മാർ ചെയ്തിട്ടുണ്ട്. കാരണം ക്യാരക്ടേഴ്സിലൊന്നും ഒരു മാറ്റവും കൊടുക്കാണ്ട് കൃത്യമായിട്ട് ആ ക്യാരക്ടറെല്ലാം കറക്റ്റായി പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ചില സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വരുമ്പോഴത്തേക്ക് ക്യാരക്ടർ അല്പം കൂടെ ബൂസ്റ്റ് കൊടുക്കണമെന്നുള്ള പരിപാടിയുണ്ടല്ലോ, അതൊന്നുമില്ല. എല്ലാവർക്കും ഈക്വലായിട്ട് ക്യാരക്ടർ കൊടുത്തു. നമുക്ക് ഇഷ്യൂ ആയിട്ട് തോന്നിയത് ഇൻട്രോ. ലൈക്ക് ഷാനാണെങ്കിൽ ഷാനിൻ്റെ ഫസ്റ്റ് ഇറക്കിയ ആ ട്രാക്കിൽ തന്നെ ഉമ്മാർ മൊത്തവും ആ ട്രാക്കിൻ്റെ ബലമാണ് ഈ പടം മൊത്തത്തിൽ. ഇതിലും ഷാൻ തന്നെ ലീഡ്. പോസിറ്റീവ് എനിക്ക് തോന്നിയത് എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പഴയ കാലം പുതിയ കാലം കാണിക്കുമ്പോഴത്തേക്കുള്ള ഒരു ക്യാമറ വർക്കും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ആ പഴയ കാലത്ത് കൊടുക്കുന്ന ഒരു റിച്ച്നെസ്സും ഒരു റോയൽറ്റിയും ഇപ്പോൾ വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചും ഒക്കെ അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അത് ഓക്കെ. അത് കൂടായിട്ട് പിന്നെ നമുക്ക് പടത്തെ പറ്റിയിട്ട് എന്താ ടൈം ലൈനിലോട്ട് കടക്കുന്നത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു എന്ന് തോന്നുന്നു. ക്ലൈമാക്സിൽ കൊണ്ടിട്ട് ബ്ലാസ്റ്റ് ചെയ്യുന്നതിന് പകരം കുറച്ച് മുന്നേ കൊണ്ടുവരാമെന്ന് തോന്നുന്നു. അവൻ ടൈം ട്രാവലാണ് ഉദ്ദേശിച്ചത്. ടൈം ലൈൻ ആയിപ്പോയെന്നേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. ടൈം ലൈനിലല്ലേ ടൈം ട്രാവൽ? അല്ല, അപ്പം അപ്പം അത് നല്ല പൊറോട്ടയും ബീഫ് അതോടെ കാണിച്ചു തരാം. പൊറോട്ട, അത് ചില്ലി, ഇതെന്താ ഇത് ബീഫ് മസാല. പക്ഷേ പടത്തിൻ്റെ റിവ്യൂവിൽ മാറിപ്പോകുന്നുണ്ട്. ഓക്കെ, സോറി ഗൈസ്. പക്ഷേ പോസിറ്റീവ് എല്ലാവർക്കും ഈക്വലായിട്ട് ആ ഒരു ബിൽഡപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നെഗറ്റീവ് വന്നതെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പടം ഇങ്ങനെ ഒരു പീക്ക് ലെവലിൽ കൊണ്ടുപോവാണ്. ഓക്കെ, അതിൻ്റെ നമ്മൾ മെയിൻ കോൺസെപ്റ്റ് ലൈക്ക് ആ ഒരു ടൈം ട്രാവലും കോൺസെപ്റ്റൊക്കെ പീക്കിലെത്തിയ സമയത്ത് പടം നിർത്തിച്ച് ഇവരവരുടെ പാട്ടിന് പോയി. അത് വേണ്ടായിരുന്നു. ഫസ്റ്റും സെക്കൻഡും ഒരേപോലെ ഒരു സ്റ്റോറി ഉണ്ടെങ്കിൽ ആ സ്റ്റോറിക്ക് ഫിനിഷിംഗ് ഉണ്ടായിരുന്നു. അതില്ലാണ്ട് ഇവർ അങ്ങനെ നിർത്തിപ്പോയതിലോട് ലൈക്ക് ഒരു ഇത് തോന്നി. അല്ലാത്ത പക്ഷം ക്യാരക്ടർ വൈസ് എല്ലാവരും കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പഴയ ആ സാധനം തന്നെ ഇതിലും കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഒരു പിടി മേലെ ഒരു പിടി താഴെ ഒന്നല്ല. പക്ഷെ കമ്പയർ വിത്ത് ഫസ്റ്റും സെക്കൻഡും ഒക്കെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ഒരു ഇൻ്റർവെൽ ആവുന്നതിന് മുന്നേ തന്നെ നമുക്കെല്ലാം കിട്ടും. ഒരു പക്ക ഇൻട്രോ കിട്ടും, ഈ പഴയ മറ്റേ ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് കിട്ടും, ഒരു മാസ് സാധനം കിട്ടും. എല്ലാം ഇൻട്രവെൽ ആകുമ്പോൾ നമുക്ക് പടം കൃത്യമായിട്ട് മനസ്സിലാവും. ഇതില്ല. ഇത് എൻഡ് വരെ എത്തിയിട്ടും പടത്തിൻ്റെ ഒരു ഷാർപ്പ് പോയിൻ്റ് ഇല്ലാണ്ടായിപ്പോയി. അല്ലാത്ത പക്ഷം പടം കൊള്ളാം. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നി നമ്മുടെ ആ പഴയ ആടിനെ കൂടെ ചെറിയ രീതിയിലൊന്ന് കാണിച്ചെങ്കിൽ അതിലൊരു ഫീല്, ഒരു ഫ്രഷ് ഫീല് പിന്നെയും കിട്ടുമായിരുന്നു അല്ലേ? എന്തായാലും പടം കൊള്ളാം. പടം ജസ്റ്റ് എല്ലാവരും പോയി കാണാം. പിന്നെ ഇപ്പോൾ ഒരു പടം ഒന്നും ഇല്ലാണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ പടം എന്തായാലും എല്ലാവരും പോയി കാണാം. പടം രസമുള്ളൊരു പടം തന്നെയാണ്. ചെറിയ ചെറിയ ഇഷ്യൂസുണ്ട്, പക്ഷെ അത് അടുത്ത സീരീസിൽ ക്ലീനായിട്ട് മാറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എല്ലാ ആക്ടർമാരും കൃത്യമായിട്ട് ആ കറക്റ്റ് ആ ലെന്തിൽ പിടിച്ച് തന്നെ സാധനം ചെയ്തിട്ടുണ്ട്. ഒരാൾ പോലും അങ്ങോട്ടോ പൊങ്ങുകയോ താഴെ ചെയ്യാണ്ട് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് നൈസാണ്. എന്തായാലും നിങ്ങളൊന്ന് ജസ്റ്റ് കണ്ടു നോക്ക്. പടം നൈസാണ്. കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. എന്തായാലും പടം കാണാണ്ട് നമ്മൾ റിവ്യൂ മാത്രം കേൾക്കാം, കാണാണ്ടിരിക്കണ്ട, കണ്ടിട്ട് പറയാം. ഇപ്പോൾ ദുരന്തരമുണ്ട്, ദുരന്തരം കണ്ടിട്ട് പറഞ്ഞുതരാം.